ഇന്ന് റെയിനി ഡേ ആണ്. പിന്നെ ഇന്ന് വേറൊരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഇന്ന് വലിയ മമ്മീന്റെ അപ്പൊ നമ്മള് വലിയ മമ്മീനെ ആദ്യം പിക്ക് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യും. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ പോകും. പിന്നെ അതിന്റെ ശേഷം ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. മൂവിന്റെ പേരാണ് അപ്പൊ ഭയങ്കര തമാശയായ സിനിമയാണെന്നാണ് ഞങ്ങൾ കേട്ടത്. അപ്പൊ ഞങ്ങൾ എന്തായാലും കണ്ടു നോക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗായ്സ്, നമ്മൾ ഇനിയിപ്പോൾ കേക്ക് വാങ്ങിക്കാൻ പോകണം. കേക്ക് വാങ്ങിച്ചിട്ട് വലിയ മമ്മീനെ കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കേക്ക് സെലക്ട് ചെയ്യാൻ ബി കേക്കിലാണ് വന്നത്. ഞങ്ങളുടെ മോസ്റ്റ് ഫേവററ്റ് കേക്ക് സ്റ്റുഡിയോ, കേക്ക് വാങ്ങിക്കുന്ന സ്പോട്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടുന്നാണ് കൂടുതലും വാങ്ങിക്കാറ്. അപ്പോൾ ആൻറ്റീനോട് ഞങ്ങൾ ചോദിക്കണം ഏത് കേക്കാണ് വേണ്ടത്. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തത് ചോക്ലേറ്റ് ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു കേക്കാണ്. അപ്പോൾ ആൻറ്റീനോട് ചോദിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ചോക്ലേറ്റ് വാൻജോ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവിടെ 1 kg ആയിരുന്നു, നമുക്ക് ½ kg മാത്രം മതിയായിരുന്നു. പക്ഷെ അവിടെ 1 kg ആയിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് ഫാൻറ്റസി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ലുക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ½ kg ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് എടുത്തു. അപ്പോൾ ഗൈസ്, ആൻറ്റിക്ക് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ വലിയ മമ്മീന്ന് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി അവിടെ എഴുതാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്കിന് പേയ്മെൻറ്റ് ചെയ്യണം. ഒബ്വിയസ്ലി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാതെ ഒന്നും ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇനി വലിയ മമ്മീൻ്റെ അടുത്ത് പോയിട്ട് വലിയ മമ്മീനെ കൂട്ടണം, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യണം, എന്നിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച കേക്ക് സ്റ്റുഡിയോൻ്റെ പേര്, ബി കേക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണിത്. അവിടെ കുറേ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. കാരണം വെച്ചാൽ ഫുള്ള് ഡെലിവറീൻ്റെ കുറിച്ചാണ്. പിന്നെ അങ്ങനെ നമ്പേഴ്സ്, ക്യാൻഡിൽസ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വലിയ മമ്മി ആൻഡ് വിത്ത് ഡാർക്ക് ഫാൻറ്റസി ചോക്ലേറ്റ്. അപ്പോൾ നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ കയറാം. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ബോണറ്റിൽ സെറ്റ് ചെയ്യാണ് കേക്ക്. അതവിടെ ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ട ഒരു സുന്ദരി കുട്ടീനെ കണ്ടോ? അതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. അപ്പോൾ മുട്ടായിയൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് ഇനി ഇതൊക്കെ വലിയ മമ്മിക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതൊക്കെ താറിലാണ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി കേക്ക് ഒന്ന് തുറന്നിട്ട് നമുക്ക് നോക്കാം. ഇതുണ്ടോ വേറൊരു സുന്ദരി കുട്ടി പൊന്നു. അപ്പോൾ ഇനി ഇത് ഇവിടെ വെക്കണം. അപ്പോൾ ഡാഡയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ആള്. അപ്പം ഇവിടെയാണ് നമ്മൾ കേക്ക്. അപ്പോൾ ഞങ്ങൾ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ത് രസമല്ലേ ഗൈസ്? ഒന്ന് റെഡിയാക്കിയാൽ എല്ലാം റെഡി.
അപ്പൊ കണ്ടോ, താറിനെ നമ്മള് സുന്ദര കുട്ടപ്പനാക്കി. താറാണ് നമ്മുടെ ബർത്ത്ഡേ. തലയില് ഒരു ഹെയർ ബാൻഡ് ഇട്ട ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇനി കേക്ക് മുറിക്കണം. സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഗൈസ്, ഇതാണ് ചോക്കോ ഫാന്റസി കേക്ക്. എനിക്ക് സ്ട്രോബെറി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വലിയ മമ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങളും കൊടുക്കും മമ്മിക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അലങ്കാരമൊക്കെ എടുത്ത് അപ്പൊ ഗായ്സ്, നമ്മള് റോഡിലൂടെ പോവാണ്. കേക്കൊക്കെ മുറിച്ച് വല്യമ്മയുടെ ബർത്ത്ഡേ ആണ് മക്കളെ. അപ്പൊ നമ്മളെല്ലാരും കൂടെ പാട്ട് കേട്ടങ്ങ് ഡാൻസ് കളിച്ച് പോകുമ്പോഴാണ് ഒരു ഓർമ്മ വന്നത്. ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടെന്നൊരു ഓർമ്മ. അപ്പൊ ഞാൻ ഡാഡിൻ്റെയോട് പറഞ്ഞു, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സിനിമ ബുക്ക് ചെയ്താലോ. അപ്പൊ ഡാഡി പറഞ്ഞു ഓക്കെ, എത്ര സിനിമകളെല്ലാം കണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പ്രിൻസ് ആൻഡ് ദ ഫാമിലി കണ്ടാലോ എന്ന് ചോദിച്ചപ്പോൾ ഡാഡ പറഞ്ഞു ഓക്കെ, ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഫുഡ് എത്ര വേണേലും വാങ്ങിച്ചു. അപ്പൊ ഫുഡ് കഴിക്കാൻ ഇനി ഫത്താസയിൽ പോണം. അത് കഴിഞ്ഞിട്ടാണ് 2 മണിക്കാണ് സിനിമ. അപ്പൊ എന്നാലും എനിക്ക് സിനിമ കാണാൻ നല്ല ധൃതി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നല്ല ഫണ്ണി സിനിമയാണെന്ന് ഞാൻ കേട്ടത്. അപ്പൊ ഫണ്ണിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഇതാണ് ബോർഡ്, ഫത്താസ എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഹോട്ടല്, ഉണ്ടോ, ഫത്താസ എന്നാ പേര്. ഞാൻ അതിൻ്റെ ഉള്ള കയറിയിട്ട് നമ്മൾ ഹോട്ടലിലെത്തി. ഫത്താസ നമ്മൾ കുറെ ഫുഡ് വാങ്ങും. ബീഫ്, പിന്നെ പൊറോട്ട, ചപ്പാത്തി, ബിരിയാണി, മന്തി, എത്ര സാധനം, മിന്റ് ലൈം, ചായ, എത്ര സാധനമാണ്. അപ്പൊ ഗൈസ്, എത്രക്കോ സാധനം ഉണ്ട്. എല്ലാത്തിന്റെ പേരാണ് ഞങ്ങളെ മറന്നുപോയി. ഇല്ലേ പൊന്നു? കറക്റ്റ് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിനി തിന്ന് 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 എൻജോയ് ആക്കും. എന്നിട്ട് വേണം പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ. ഓ, പ്രിൻസ് കേൾക്കുമ്പോ രസം. ഓ, കൂടി വരുന്ന പ്രിൻസ് കേൾക്കുമ്പോ. നല്ല ഫണ്ണി സിനിമയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നേ, ഞാന് ഫുഡ് കഴിക്കുന്നേ, എല്ലാരും ഫുഡ് ബർത്ത്ഡേകള് ഫുഡ് കഴിക്കണ്ടേ, ചേട്ടൻ ഫുഡ് ഗൈസ്. ഞാന് ഫുഡ് കഴിക്കുന്നേ. ഓ, മന്തിയൊക്കെ ആയിട്ട് മോനെ സീനാണ്. ബിരിയാണി, അൽഫാം, ബീഫ്, എത്ര ഫുഡല്ലേ ചേട്ടാ. ആണ് പൊന്നു. അപ്പൊ ഇനി നമ്മള് സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. വേറെ എവിടെയുമല്ല, ഇമാക്സ്. ഇമാക്സ് ഇസ് അവർ ഫേവറേറ്റ് ക്ലൈമാക്സ്. അപ്പൊ ഇമാക്സ് പോയിട്ട് നമ്മള് സിനിമ മൂവി ടൈമാണ്. അപ്പൊ നമുക്ക് സിനിമ കാണണം. അപ്പൊ ഗൈസ്, നമ്മള് മൂവി തിയേറ്ററിൽ എത്തി. അപ്പൊ കണ്ടില്ലേ ഇമാക്സ് സിനിമാസ്. അപ്പൊ നമുക്ക് ഐസ്ക്രീം കഴിക്കേണ്ട പൊന്നോ. എനിക്ക് വലിയ ഐസ്ക്രീം കഴിക്കാനൊക്കെ. പോപ്കോൺ കഴിക്കണ്ടേ? പോപ്കോൺ എന്താ മോനെ, ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആയിട്ട് പോപ്കോൺ ഒക്കെ ആയിട്ട് സിനിമയിൽ നമ്മളൊരു പൊളി പൊളിക്കും അല്ലേ പൊന്നു?
സിനിമ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയാണ് ഗൈസ്. ആണ്. അപ്പോ നമ്മുടെ ദിലീപ് ആക്ടറാണ് അതിലത്തെ മെയിൻ ഹീറോ എന്ന് പറയാം. അതാണ് പ്രിൻസ് എന്ന് പറഞ്ഞ ദിലീപിന്റെ പേരാണ് ഈ സിനിമയില് പ്രിൻസ്. അപ്പൊ ഈ മാക്സ് കേറി ഗൈസ്. അപ്പൊ 2 മണി ആയിട്ട് വേണം നമുക്ക് സിനിമ തിയേറ്ററിൽ ഐസ്ക്രീം വാങ്ങിച്ചാലോ? ഓ നമുക്ക് വാങ്ങിക്കാൻ പോയില്ല, ചോക്ലേറ്റ് ഫ്ലേവർ വാങ്ങിക്കണേ. അപ്പൊ ഗൈസ് ഞങ്ങൾ കേറിയപ്പോഴാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പോസ്റ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് അത് കണ്ടാൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, എടുത്തൊരു ഫോട്ടോ എടുക്കണ്ട ഗൈസ്. ഗൈസ് ഐസ്ക്രീം കിട്ടി മോനെ. ഓ ചോക്ലേറ്റ് ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട്. റെഡ് വെൽവെറ്റും അതിനെക്കാട്ടിയും ടേസ്റ്റ് അല്ലേ? ഓ വല്യമ്മ എടുത്തൊരു ചോക്ലേറ്റ് ചിപ്സ് ഉള്ളതാ, അതും നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഗൈസ് നീ നമ്മൾ വെയിറ്റ് ചെയ്യണം, കട്ട വെയിറ്റിംഗിലാണ് ഐസ്ക്രീം ഒക്കെ തിന്നിട്ട്. എന്നിട്ട് ഐസ്ക്രീം തിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മൂവി ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് മൂവി ഓപ്പൺ ആയിട്ട് കാണാം. യെസ്, നമ്മള് തുറക്കാൻ നല്ല സമയം എടുക്കുന്നുണ്ട്, ഭയങ്കര കട്ട വെയിറ്റിംഗിലാണ് ഗൈസ്. അപ്പൊ ഗൈസ് മൂവി തുടങ്ങാണ്. അപ്പൊ വലിയ മമ്മി അവിടെ ആരോ വലിയമ്മീനെ ബർത്ത്ഡേ വിഷസ് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. അതാണ് നമ്മള് പോകുമ്പോഴാണ് മഴ തുടങ്ങിയ ഗൈസ്. സിനിമ കാണുമ്പോ ഒച്ചയായിക്കോട്ടെ മഴ പെയ്തത് പോലും നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് സിനിമ വെറും സെക്കൻഡുകളായിരിക്കും, ഞങ്ങൾക്ക് 2 മണിക്കൂറാണ്. കാരണം വെച്ചാ ഭയങ്കര നല്ല സിനിമയായിരുന്നു. ഇനിയിപ്പോ വലിയ മമ്മീനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. അപ്പൊ വലിയ മമ്മി പറഞ്ഞത് വലിയ മമ്മി ലൈഫിൽ ഉള്ളേ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ആയിരിക്കും എന്നാണ് വലിയ മമ്മി പറഞ്ഞത്. മോസ്റ്റ് റിമെമ്പറബിൾ ബർത്ത്ഡേ ആണെന്നാണ് ഇത് പറഞ്ഞത് ഗൈസ്. ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ വലിയ മമ്മിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ ബർത്ത്ഡേ. കാരണം വെച്ചാൽ വലിയ മമ്മി പറഞ്ഞു ഇത് വലിയ മമ്മീന്റെ മോസ്റ്റ് റിമെമ്പറബിളും പിന്നെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഗൈസ്